ആത്മാവിന് സ്ഥലത്തിൻ്റെയോ പരിമിതികളൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഗോലോകത്ത് പോകാൻ പറ്റൂ എന്നല്ല. ആത്മാവിന് എപ്പോഴും ഗോലോകത്തിരിക്കാം, ഇവിടെ ഈ ശരീരം ഇരിക്കുമ്പോൾ പോലും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് പോയതിനു ശേഷമല്ല. ഇതിൻ്റെ ഉള്ളിൽ എന്ത്, ഇതിൻ്റെ പുറത്തെന്ത്? ആത്മാവിനെ ഒരു കൂട്ടിനകത്ത് കെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മളെ ഈ ശരീരമല്ല ബന്ധിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലാക്കും. ഇതൊരു ജയിലാണ്, തുറന്ന ജയിലാണ്. നമുക്ക് എപ്പം വേണമെങ്കിലും ഇതിൽ നിന്ന് പോകാം. പക്ഷെ നമ്മൾ തന്നെയാണ് പോകാതിരിക്കാൻ ശ്രമിക്കുന്നത്. പോകാനുള്ള ആഗ്രഹം സ്ട്രോങ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വിട്ടിരിക്കുക. നമുക്ക് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇതുവരെ നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ച അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതെല്ലാം ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോഴും ഇവിടെ ഇരിക്കാതിരിക്കാൻ നമുക്ക് പറ്റും. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. എപ്പോഴും ആ കൃഷ്ണ അവബോധത്തിൽ, ഉയർന്ന അവബോധത്തിൽ ഇരിക്കാൻ നമ്മൾ നമ്മളെ പരിശീലിപ്പിക്കണം. അതിനാണ് നമ്മൾക്ക് ആചാര്യന്മാരുടെ സഹായം വേണ്ടിയത്. അതിനാണ് ശാസ്ത്രം പഠിക്കേണ്ടത്. ശാസ്ത്രത്തെ പഠിച്ച് നമ്മുടെ ബോധത്തെ ഉയർത്തുക, ബോധമണ്ഡലങ്ങളെ ഉയർത്തുക, ആസ്വാദന തലങ്ങളിലേക്ക് പോകാതെ ഉയർന്ന് ചിന്തിക്കുക.